അങ്ങനെ ഞാൻ ഫോർട്ട് കൊച്ചി പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയേ. ഞാനാണെങ്കിൽ കെവിനെ വൈറ്റിലേന്ന് എടുത്തായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ആദ്യമേ ഓർത്തത് മറൈൻ ഡ്രൈവ് വഴി പോകാമെന്നായിരുന്നു. പിന്നെ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ബോട്ട് കിട്ടുമോ എന്നുള്ളത് ഉറപ്പില്ലായിരുന്നേ. ലാസ്റ്റ് ബോട്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഏകദേശം 9 മണിക്ക് 9:30 എനിക്ക് കൃത്യമായിട്ട് അറിയത്തുമില്ലായിരുന്നു. പക്ഷേ പൊതുവേ തിരക്ക് കുറവായിരുന്നു കേട്ടോ. ഇവിടെ സാധാരണ നല്ല ബ്ലോക്കുള്ള സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് വലിയ ബ്ലോക്കൊന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണോ അറിയത്തില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. ഈ കാണുന്ന ഒരു അമ്പലമാണെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കുമ്പോഴറിയാം എന്ത് മനോഹരമായിട്ടാണ് അവിടെ നിന്ന് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ പോകുന്ന വഴിക്ക് ഇതുപോലൊരു ക്രിസ്മസ് കരോൾ സംഘത്തെയും കണ്ടേ. എല്ലാവരും മതിമറന്ന് ആഘോഷിക്കും കേട്ടോ ക്രിസ്മസ്. ഇത് നമ്മൾ മറ്റേ വേളിയിലോട്ട് കയറുമ്പോൾ ഉള്ള കാഴ്ച കേട്ടോ. എന്ത് ഭംഗിയായിട്ടല്ല ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. ഫുള്ള് തോരണവും നക്ഷത്രങ്ങളും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് പരിപാടി നടക്കുന്ന വേളി ഗ്രൗണ്ടിലോട്ട് എത്തി കേട്ടോ. നല്ല തിരക്കാട്ടോ. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതവിടുത്തെ എൻട്രൻസും അത് കഴിഞ്ഞ് സൈഡിലായിട്ടൊരു മരമൊക്കെ ഉണ്ട്. ഇതുപോലെ ലൈറ്റ് അവിടത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിത് കാണാൻ വന്ന ഐറ്റം ഇവിടെ ഉണ്ട് കേട്ടോ. എന്താല്ലേ, ശരിക്കും ഇതൊക്കെ ചെയ്തവരെ സമ്മതിക്കണം കേട്ടോ. ഇതൊക്കെ അറേഞ്ച് ചെയ്തവരെ എന്തോരം നാളത്തെ കഷ്ടപ്പാടും അധ്വാനത്തിൻ്റെ ഫലമായിരിക്കും ഇതൊക്കെ. ഇതാട്ടോ കെവിൻ. ഞങ്ങളിത് തിരിച്ചും വർത്താനവും പറഞ്ഞ കുറച്ചുകൂടെ മരത്തിൻ്റെ അടുത്തോട്ട് നിന്ന്. മരത്തിൻ്റെ അടുത്തുനിന്നുള്ള വ്യൂ അടിപൊളിയാണല്ലേ. ശരിക്കും ദൂരെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്, അടുത്തുനിന്നുള്ളത് അതിലും അടിപൊളിയാണ്. എന്തായാലേ ഈ മരത്തിൻ്റെ ചവിട്ടി നോക്കി. ഇത് കണ്ടോ, ഇത് മുകളിലോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേനും ഫുള്ള് ഭയങ്കര സെറ്റപ്പാട്ടോ. അതുകൊണ്ട് എന്തോരം നക്ഷത്രങ്ങളും പിന്നെ അതുപോലെ തന്നെ വട്ടത്തിലുള്ള കുറേ ലൈറ്റുകളും കാര്യങ്ങളും. ഇത് കണ്ടോ, ഈ മരത്തിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ ഒക്കെ എനിക്ക് തരണം എന്നുണ്ട്. പക്ഷെ ഫുള്ളായിട്ട് പറ്റുന്നില്ല. ഈ മരം ഫുള്ള് കവർ ചെയ്യുന്ന അത്രയ്ക്ക് വലിയ മരം കേട്ടോ ഇത്. എന്താല്ലേ ഇത്രയും വലിയ മരവും. പിന്നെ ഞാനും അവനും 2-3 കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേ അവിടെ നിന്ന്. ഈ മരത്തിൻ്റെ തന്നെ വലതുവശത്തായിട്ടാട്ടോ ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. ഇത് കണ്ടോ, ആ സ്റ്റേജിലുള്ള മച്ചാനാണെങ്കിൽ കുറേ നേരമായി കേട്ടോ. എന്തോരം നേരമായി പുള്ളി കിടന്നീ കിട്ടുന്നത്. എന്തായാലും ഇതൊക്കെ ഒരു കഴിവ് തന്നെ, സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഈ ആകാശത്ത് മുഴുവൻ ഒരുമാതിരി സ്മോക്ക് പോലെ. ശരിക്കും ഒരു സ്മോക്കൊന്നുമില്ല കേട്ടോ. ഡാൻസ് കളിച്ച് മണ്ണ് പൊങ്ങിയിരിക്കുന്നതാണ്. പിന്നെ അവിടെ നിങ്ങൾ മാറിയിട്ട് മരത്തിൻ്റെ ദൂരത്തു നിന്നുള്ളൊരു വ്യൂ കൂടി എടുത്തിട്ട് ഞങ്ങളെ ഗ്രൗണ്ടിൽ നിന്ന് പോകുന്നു കേട്ടോ. നമ്മുടെ ഈ വേളി ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു ചെറിയ ഗ്രൗണ്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മറ്റേ ഫുഡ് സ്റ്റാൾ പോലെയാണ്. കൊള്ളായിരുന്നു കേട്ടോ. അതും കുറേ വെറൈറ്റി ഓഫ് ഫുഡ്സൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട അതേ കാഴ്ച തന്നെ, അതേ തോരണവും നക്ഷത്രങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് പതുക്കെ ഞങ്ങൾ പോയതേ. ഞങ്ങൾ പോരുന്ന വഴിക്ക് തന്നെ വേറൊരു മരം കൂടി കണ്ടായിരുന്നേ. ഈ മരത്തിൻ്റെ ചുവട്ടിലാണെങ്കിൽ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് സാന്റാക്രൂസ് കത്തീഡ്രൽ ബസിലിക്ക. ഇതിൻ്റെ സൈഡിൽ കൂടെ ആണെങ്കിൽ ഇതുപോലെ ഒരുപാട് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരുപാട് ഷോപ്സും അവൈലബിൾ ആണ്. നമ്മളിങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ തന്നെയും വീടുകളും കടകളും എല്ലാം അതിമനോഹരമായിട്ട് ഇവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കാസ കിച്ചൺ. ഇവിടെ നോക്കുമ്പോഴത്തേനും അറിയാം എന്തോരല്ല ഇവർ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെയൊക്കെ. നമ്മളത് കഴിഞ്ഞ് പോരുന്ന വഴിക്കും ഇവിടെയും കുറേ പരിപാടികളൊക്കെ നടപ്പുണ്ട് കേട്ടോ. ഒരുപാട് DJ പരിപാടികളും കാര്യങ്ങളും ഒക്കെ നമ്മളീ പോകുന്നിടത്ത് എല്ലാം നടപ്പുണ്ട്. അത് കഴിഞ്ഞ് ഫോർട്ട് കൊച്ചി ബീച്ചിലും വന്ന് ഓരോ കരിക്കും ഷേക്കും ഞാനും കെവിനും കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോരും നമ്മുടെ ബിലാലിക്കയുടെ വീടിൻ്റെ അവിടെയാണ്. അവിടെ ഇപ്പോഴും തിരക്കാട്ടോ. ഇവിടെ എപ്പോഴും തിരക്കാണോ, ഒരു പിടുത്തമില്ല. ഞങ്ങളങ്ങനെ ഫോർട്ട് കൊച്ചിയോട് ബൈ ബൈയും പറഞ്ഞ് തിരിച്ചു വന്നത് തോപ്പുംപടി പഴയ പാലം വഴിയാട്ടോ. അങ്ങോട്ട് പോയത് തോപ്പുംപടി പുതിയ പാലം വഴിയായിരുന്നു. തിരിച്ചു പോയപ്പോഴത്തേനും ആണെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. തിരക്കില്ലായിരുന്നുകൊണ്ട് നല്ല മനസ്സമാധാനമായിട്ട് വണ്ടി ഓടിച്ച് അങ്ങനെ പതുക്കെ അവിടെ നിന്ന് അങ്ങ് പോന്നു.